ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മളൊരു കറണ്ട് അഫയർസ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നോബൽ സമ്മാനത്തിന് ഔദ്യോഗികമായി ശുപാർശ ചെയ്ത രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. അപ്പോൾ US പ്രസിഡന്റിന് സമാധാന നോബൽ സമ്മാനത്തിന് ഔദ്യോഗികമായി ശുപാർശ ചെയ്ത രാജ്യം പാകിസ്ഥാനാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? ഗാലിദ് ജമീൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനാണ് ഗാലിദ് ജമീൽ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് ആസ്ഥാനമായ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് 2025 ജൂണിൽ നടന്നത്? 113ാമത്തെ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് അതിന്റെ ആസ്ഥാനമായ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് 2025 ജൂണിൽ നടന്നത് എന്ന് ചോദിച്ചാൽ 113ാമത്തേതാണ്. അപ്പോൾ 113ാമത്തെ വാർഷിക സമ്മേളനമാണ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ വാർഷിക സമ്മേളനമാണ് ജൂണിൽ നടന്നത്, 2025 നടന്നത്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് എത്രയായാണ് അടുത്തിടെ കുറച്ചത്? 6% നിന്ന് 5.5%-ആയാണ് കുറച്ചത്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 6 നിന്ന് 5.5%-ആയാണ് കുറച്ചത്. ജൂൺ 9 അറബിക്കടലിൽ ഏത് ചരക്ക് കപ്പലിനാണ് പൊട്ടിത്തെറി ഉണ്ടായത്? MV വാൻഹായ് 503 പൊട്ടിത്തെറി ഉണ്ടായതാണ് ചോദിക്കുന്നത്, ചെരിഞ്ഞതല്ല. ജൂൺ 9 അറബിക്കടലിൽ ഏത് ചരക്ക് കപ്പലിനാണ് പൊട്ടിത്തെറി ഉണ്ടായത്? MV വാൻഹായ് 503. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. അടുത്തിടെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2025 ജൂലൈയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആയി നിയമിതനായത് ആരാണ്? A. രാജരാജൻ. അപ്പോൾ 2025 ജൂലൈയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരായി? A. രാജരാജനായി. അനാഥ കുട്ടികളെ സ്വകാര്യ സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്ക വിഭാഗക്കാർക്കുള്ള 25% സീറ്റുകളിലേക്ക് പ്രവേശിപ്പിച്ച് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? സുപ്രീം കോടതിയാണ്. അനാഥരായ കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നോക്ക വിഭാഗക്കാർക്കുള്ള 25% സീറ്റുകളിൽ പ്രവേശിപ്പിച്ച് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്ര ദിവസം താമസിച്ചതിന് ശേഷമാണ് ശുഭാംശു ശുക്ല ഭൂമിയിൽ തിരിച്ചെത്തിയത്? 18 ദിവസം. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ CR പ്രസാദാണ്. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ CR പ്രസാദ്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഫിലിപ്പീൻസ് ആണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനിലയിൽ വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, അടുത്തത് G7 രാഷ്ട്ര നേതാക്കളുടെ 51ാം ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? കാനഡയിൽ വെച്ചിട്ടാണ്. G7 രാഷ്ട്ര നേതാക്കളുടെ 51ാം ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. G7-ലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. US, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, കാനഡ, ജപ്പാൻ എന്നിവയാണ്. US, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, കാനഡ, ജപ്പാൻ. 2025 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗതം ഹൈവേ മന്ത്രിയാണ് അദ്ദേഹം. 2025 ഓഗസ്റ്റിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ES പത്മകുമാറാണ്. 2025 ഓഗസ്റ്റിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ES പത്മകുമാറാണ്. 2025 ജൂലൈയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് A. രാജരാജനാണ്. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ബ്രസീലാണ്. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീട ജേതാക്കൾ വന്നിട്ട് ബ്രസീലാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായി നിയമിതനായത് അശ്വനി ലൊഹാനിയാണ്. പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായി നിയമിതനായത്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ
ഉത്തരാഖണ്ഡിലെ ഗ്രാമം ധരാലിയാണ്. വനിതകളുടെ കോപ്പ അമേരിക്കൻ ഫുട്ബോൾ കിരീടം തുടർച്ചയായി 5-ാം തവണയും സ്വന്തമാക്കിയത് ആരാണ്? ബ്രസീലാണ്. 2025 വനിതാ കോപ്പ അമേരിക്ക നേടിയത് ബ്രസീലാണെന്ന് പറഞ്ഞു. എത്ര തവണയാണ്? തുടർച്ചയായി 5-ാം തവണയും സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്രസീൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അങ്കണവാടി AI അധിഷ്ഠിത അങ്കണവാടി നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്ത് മൊബൈൽ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമായി മാറിയത് ബീഹാറാണ്. ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് 2025 ആദ്യ പതിപ്പിന്റെ വേദിയാവുന്നത് ചെന്നൈ, തമിഴ്നാടാണ്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഔദ്യോഗിക പോർട്ടലിന്റെ പേര് വഖഫ് ഉമീദ് എന്നാണ്. സൈന്യത്തിനായി ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ 16 എയർബസ് 295 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങിയത്? എവിടുന്നാണ്? സ്പെയിനിൽ നിന്നാണ്. UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അനലീന ബെർബോക്ക് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചെനാബ് റെയിൽവേ ആർച്ച് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? 2025 ജൂൺ 6-നാണ്. അപ്പോൾ ചെനാബ് റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2025 ജൂൺ 6-നാണ്. ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ഉപ്പുവെള്ളത്തിൽ വീണാൽ മണിക്കൂറുകൾക്കുള്ളിൽ അലിഞ്ഞില്ലാതാകുന്ന പ്ലാസ്റ്റിക് വികസിപ്പിച്ചത്? ജപ്പാനാണ്. നാവികസേനയുടെ INS തരുണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ K. ദിൽന, A. രൂപ എന്നിവർ. K. ദിൽന കേരളത്തിൽ നിന്നും, A. രൂപ പുതുച്ചേരിയിൽ നിന്നുമുള്ളവരാണ്. 2025 ഓഗസ്റ്റ് 2-ന് അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാരാണ്? പ്രൊഫസർ MK സാനു ആണ്. MK സാനുവിന്റെ ആത്മകഥയാണ് കർമ്മഗതി എന്ന് പറയുന്നത്. UN പ്രഖ്യാപിച്ച ആദ്യ ലോക തടാക ദിനം എന്നാണ്? ഓഗസ്റ്റ് 27-ആണ്. ഹൈദരാബാദിൽ നടന്ന ലോകസുന്ദരി മത്സരത്തിലെ ജേതാവായത് ആരാണ്? ഒപ്പാൽ സജാദ ചോങ്സ്ട്രി ആണ്. തായ്ലാൻഡുകാരിയാണ്. 2025 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടന്നത് എവിടെ വെച്ചാണ്? ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ്. കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അതിരാണിയാണ്. കോഴിക്കോടിന്റെ ഔദ്യോഗിക പക്ഷി മേനിപ്പൊന്മാർ, ഔദ്യോഗിക മൃഗം ഈനാമ്പേച്ചി, ഔദ്യോഗിക ശലഭം മലബാർ റോസ്, ഔദ്യോഗിക വൃക്ഷം ഈയക്കം, ഔദ്യോഗിക പൈതൃക വൃക്ഷം ഈന്ത്, ഔദ്യോഗിക ജലജീവി നീർനായ, മത്സ്യം പാതാള പൂന്താരകനാണ്. ഒന്നുകൂടെ പറയാം. കോഴിക്കോട് ജില്ലയുടെ പുഷ്പം അതിരാണി, പക്ഷി മേനിപ്പൊന്മാൻ, മൃഗം ഈനാമ്പേച്ചി, ശലഭം മലബാർ റോസ്, വൃക്ഷം ഈയക്കം, പൈതൃക വൃക്ഷം ഈന്ത്, ജലജീവി നീർനായ, മത്സ്യം പാതാള പൂന്താരകൻ. അതിഥി തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? IAXCK, അതായത് വരൂ ഒരുമിച്ച് പഠിക്കാമെന്ന്. അതിഥി തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലും സ്കൂളുകളിലും എത്തിക്കാൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് IAXCK. അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂൺ 21-നാണ്. 2025 വിഷയം വന്നിട്ട് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. 2025 ജൂണിൽ തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര നടൻ ആരാണ്? കമൽ ഹാസനാണ്. 2025 ജൂണിൽ തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര നടനാണ് കമൽ ഹാസൻ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ 2025 ആഗോള ജെൻഡർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131-ാം സ്ഥാനമാണ്. അപ്പോൾ 2025 ആഗോള ജെൻഡർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. രൂപകൽപ്പന ചെയ്തത് DRDO ആണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാവുന്നത് ആരാണ്? രേഖ ഗുപ്തയാണ്. 2025 BCC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാണ് മനു ഭാക്കർ.
ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14 2025 ദിനാചരണ വിഷയം ഗിവ് ബ്ലഡ് ഗിവ് ഹോപ്പ് ടുഗദർ വി സേവ് ലൈഫ് എന്നാണ്. ഗിവ് ബ്ലഡ് ഗിവ് ഹോപ്പ് ടുഗദർ വി സേവ് ലൈഫ്. 2025 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ ടീം ദക്ഷിണാഫ്രിക്ക. 2025 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി വേദി ബീഹാറാണ്. ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ചാന്ദ് എന്ന കടുവയാണ്. 2025 നടന്നത് എത്രാമത്തെ റിപ്പബ്ലിക് ആഘോഷമാണ്? 2025 നടന്നത് 76ാമത്തേതാണ്. ഏത് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനമാണ് തങ്ങളുടെ പഴയ ലോഗോ പുനഃസ്ഥാപിച്ചത്? സുപ്രീം കോടതിയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നോബൽ പുരസ്കാരത്തിന് ഔദ്യോഗികമായി ശുപാർശ ചെയ്തത് ആരാണ്? പാകിസ്ഥാനാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകൻ ഖാലിദ് ജമീലാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് ആസ്ഥാനമായ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് നടന്നത്? 113ാമത്തെ ജൂണിലാണ് നടന്നത്. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് എത്രയായാണ് കുറച്ചത്? 5.5 ആയിട്ടാണ് കുറച്ചത്. ഇതിനു മുൻപ് 6% ജൂൺ 9 അറബിക്കടലിലെ ഏത് ചരക്ക് കപ്പലിലാണ് പൊട്ടിത്തെറിയുണ്ടായത്? MV വാൻഹായ് 503. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 2025 ജൂലൈയിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് A രാജരാജനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ അനാഥരായ കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നോക്ക വിഭാഗക്കാർക്കുള്ള 25% സീറ്റുകളിൽ പ്രവേശിപ്പിച്ച് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്ര ദിവസം താമസിച്ചതിന് ശേഷമാണ് ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തിയത്? 18 ദിവസം. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ CR പ്രസാദ്. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഫിലിപ്പീൻസ് ആണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില. G7 രാഷ്ട്രങ്ങളുടെ 51ാമത് ഉച്ചകോടി നടന്ന സ്ഥലം കാനഡയാണ്. G7 രാജ്യങ്ങൾ US, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, കാനഡ, ജപ്പാൻ എന്നിവരാണ്. 2025 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് അർഹനായത് നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ്. 2025 ഓഗസ്റ്റിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് ES പത്മകുമാർ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ വന്നിട്ട് ബ്രസീലാണ്. വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം തുടർച്ചയായി 5ാം തവണയും സ്വന്തമാക്കിയ ആൾക്കാരാണ് ബ്രസീല്. പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായി നിയമിതനായത് അശ്വനി ലൊഹാനിയാണ്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ ഉത്തരാഖണ്ഡിലെ ഗ്രാമമാണ് ധരാലി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. രാജ്യത്ത് മൊബൈൽ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമായി മാറിയത് ബീഹാർ. ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് 2025 ആദ്യ പതിപ്പിന്റെ വേദി ചെന്നൈ, തമിഴ്നാട്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഔദ്യോഗിക പോർട്ടലിന്റെ പേര് വഖഫ് ഉമീദ്. സൈന്യത്തിനായി ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ 16 എയർബസ് C-295 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങിയത്? സ്പെയിനിൽ നിന്നാണ്. UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബർബോക്ക് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചെനാബ് റെയിൽവേ ആർച്ച് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2025 ജൂൺ 6 ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ഉപ്പുവെള്ളത്തിൽ വീണാൽ മണിക്കൂറുകൾക്കുള്ളിൽ അലിഞ്ഞില്ലാതാകുന്ന പ്ലാസ്റ്റിക് വികസിപ്പിച്ചത്? ജപ്പാൻ. നാവികസേനയുടെ INS തരുണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ K ദിൽനയും A രൂപയും. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ് പ്രൊഫസർ MK സാനു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കർമ്മഗതി. UN പ്രഖ്യാപിച്ച ആദ്യ ലോക തടാക ദിനം ഓഗസ്റ്റ് 27 ഹൈദരാബാദിൽ നടന്ന ലോകസുന്ദരി മത്സരത്തിന്റെ ജേതാവായത് ഒപ്പാൽ സജാദ ചോങ്സ്ട്രി എന്ന തായ്ലാന്റുകാരിയാണ്. 2025 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടന്നത് എവിടെ വെച്ചാണ്? ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ്.
കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിരാണി, പക്ഷി മേനിപ്പൊന്മാൻ, മൃഗം ഈനാമ്പേച്ചി, ശലഭം മലബാർ റോസ്, വൃക്ഷം ഈയക്കം, പൈതൃക വൃക്ഷം ഈന്ത്, ജലജീവി നീർനായ, മത്സ്യം പാതാള പൂന്താരകൻ. അതിഥി തൊഴിലാളികളുടെ മക്കളെ അംഗനവാടികളിലേക്കും സ്കൂളിലേക്കും എത്തിക്കാൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ആയിയെ ഏക് സാത്ത് സീക്കെ. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. വിഷയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ്. 2025 ജൂണിൽ തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര നടനാണ് കമൽ ഹാസൻ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ആഗോള ജെൻഡർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131 സ്ഥാനമാണ്. 2025 ആഗോള ജെൻഡർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. രൂപകൽപ്പന ചെയ്തത് DRDO ആണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാവുന്നത് രേഖ ഗുപ്തയാണ്. 2025 BCC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ കായിക താരം മനു ഭാക്കറാണ്. ലോക രക്തദാന ദിനം എന്നാണ്. ജൂൺ 14 2025 ദിനാചരണ വിഷയം എന്ന് പറയുന്നത് ഗിവ് ബ്ലഡ് ഗിവ് ഹോപ്പ് ടുഗദർ വി സേവ് ലൈഫ് എന്നതാണ്. 2025 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ ടീം ദക്ഷിണാഫ്രിക്കയാണ്. 2025 12ാമത് പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി വേദി ബീഹാർ. ഏഷ്യ കപ്പ് ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ചാന്ദ് എന്ന കടുവയും. 2025 നടന്ന രാജ്യത്തെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ്? 76ാമത്തെ. ഏത് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനമാണ് തങ്ങളുടെ പഴയ ലോഗോ പുനഃസ്ഥാപിച്ചത്? സുപ്രീം കോടതിയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നവരെ ബൈ.